ഹായ് എവരിബഡി. എല്ലാവർക്കും ശ്രീലുമൈ ലൈഫിലെ ഷീയിലേക്ക് സ്വാഗതം. ഞാനേ എൻ്റെ കാര്യം പറഞ്ഞാണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നത്. ഏത് യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് വന്നത്. ഇപ്പം സംസാരിച്ച് സൗണ്ടിന് എന്നെ ബാധിച്ചു. അപ്പം ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അതിങ്ങനെ വൈഡായി ലോകം മുഴുവൻ എന്നെ ഇട്ടങ്ങ് ആഘോഷിക്കുന്നു. 99% നെഗറ്റീവ്, കുറച്ച് ഒരു 1% ഒക്കെ നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് പറയാനുള്ളൊരു വിഷയം എൻ്റെതല്ല, ഒരു മേലുദ്യോഗസ്ഥൻ്റെ അടുത്തുനിന്ന് ഒരു സാധാരണ ഡിവോഴ്സായൊരു ലേഡി, അവർ മലപ്പുറം, അവർക്കുണ്ടായൊരു വളരെ മോശമായൊരു സെക്ഷൽ ഹാരാസ്മെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ അവർ ഫീൽഡ് വർക്കറാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒന്നും എല്ലാവരും കൂടി ഇരിക്കുന്ന ജോലിയല്ല. ഒരുപാട് ഏക്കറിൽ, പ്രത്യേകിച്ച് കൃഷി വകുപ്പ്, ഈ ഇൻഡസ്ട്രിയൽ ഏരിയ, അതേപോലെ എൻജിനീയറിംഗ് കോളേജസ്, ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളും അങ്ങനെയുണ്ട്. അതായത് ഇപ്പോൾ ITI കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ കേരള സർക്കാരിൻ്റെ അണ്ടറിലെല്ലാം ഒരുപാട്, അതെല്ലാം റൂറൽ ഏരിയയിലാണ്, വളരെ റൂറൽ ഏരിയയിൽ തന്നെയാണ് മിക്കവാറും സ്ഥാപനങ്ങൾ. ഉദാഹരണം ഇപ്പോൾ കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ, ഞാൻ ആദ്യം വർക്ക് ചെയ്ത സ്ഥലം, അവിടെ ഒരു ഹിൽ ഏരിയയിൽ കൊന്നാലും അറിയില്ല, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആൾക്കാരില്ല, വീടില്ല, ഇൻഡസ്ട്രിയൽ ഏരിയ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും AC-യിലിരിക്കുന്നവരും സുരക്ഷിതമായിട്ടൊന്നും അല്ല. പലരും പല ഓഫീസർമാരുടെ കൂടെ യാത്ര ചെയ്യേണ്ടവരുണ്ട്, ഫീൽഡ് വർക്കിൽ പോകുന്നവരുണ്ട്, ഒരുമിച്ച് വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടവരുണ്ട്, തോട്ടത്തിലും ഒരുപാട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ 100-200 ഏക്കറിൽ ഓരോ ലേഡീസിന് ഓരോ ഭാഗത്തേക്ക് പല ജോലിക്കായിട്ട് വിടുന്ന ഒരുപാട് വകുപ്പുണ്ട് നമ്മളെ കേരള സർക്കാരിൻ്റെ കീഴിലൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വിഷയം ഇങ്ങനെ കത്തിക്കയറുമെന്നല്ലോ, ഞാൻ തെറ്റുകാരിയും പിന്നെ നഗ്നത കാണിക്കുന്ന ആളും, മോശം വീഡിയോസ് ചെയ്യുന്ന ആളും, കുളിസീനിടുന്ന ആളും, പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തെറി വിളിക്കുന്ന ആളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് ഫോണിൽ ഒരുപാട് വരുന്നുണ്ട്. അതിൽ ഒരാളത് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തു. അത് ഞാനിപ്പോൾ ആ വോയിസ് കേൾപ്പിച്ചു തരാം. അതായത് അതൊരു സൈറ്റിലേക്ക് ഒരു ലേഡി പോകുമ്പോൾ അവരെന്നെ വിളിച്ചിട്ട് കരഞ്ഞ് കുറേ ദിവസം ഇത് പറയുന്നു. അപ്പം എനിക്ക് എല്ലാ എവിഡൻസും ഉണ്ട്. ഇവരെവിടെ വരാനും തയ്യാറാണ്. ഇവർ പത്രസമ്മേളനം വിളിച്ചിട്ട് ആരും കൊടുത്തില്ല. ഇവർ മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. ഇവരിനി മുട്ടാത്ത വാതിലൊന്നുമില്ല. അവർ കുട്ടികളെ സുരക്ഷിതത്വത്തിന് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മലപ്പുറം ആയതുകൊണ്ട് ഇവർക്ക് ജീവന് ഭീഷണിയില്ല. കാരണം അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. കുറച്ച് സുരക്ഷിതമാണ് വീട്ടിൽ എന്നാണ് അവർ പറഞ്ഞത്. അച്ഛനില്ല, അമ്മയില്ല, ഭർത്താവില്ല, ഡിവോഴ്സാണ്. 2 ആൺകുട്ടികൾ പഠിക്കുന്നു, എറണാകുളം നിന്ന് പഠിക്കുന്നു. ഇവരിനി കയറാനൊരു സ്ഥലവുമില്ല. ഇവരിപ്പം പോലീസ് സ്റ്റേഷനിൽ പോയാലും സർക്കാരിൻ്റെ ഏത് സംവിധാനത്തിൽ പോയാലും ഈ ലേഡിക്ക് പരിഹാസം മാത്രം. ഈ മേലുദ്യോഗസ്ഥർ ആരൊക്കെയോ അതിശക്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതായത് മനസ്സ് മടുപ്പിച്ച് നിരാശപ്പെടുത്തി ഒരു തരത്തിലും നീതി കിട്ടൂല എന്നുള്ള തരത്തിൽ മൂലയിൽ കൊണ്ടിരുത്താന്നുള്ള ലക്ഷ്യത്തോടെ ഇവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല, ഒരുപാട് പൈസ എടുത്തെറിയാനില്ല, ഒന്നുമില്ല, ഇവരൊറ്റക്കാണ്. അപ്പോൾ അതുകൂടാതെ അവർക്കുള്ളൊരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യത്തെ സസ്പെൻഷൻ, ഒരുപാട് സെക്ഷൽ ഹരാസ്മെൻറ്റ്. ഇവർക്ക് പോലീസിൻ്റെ അടുത്തൊന്നും വളരെ മോശമായ അനുഭവമാണ്. പിന്നെ എല്ലാ ഇതൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല. എന്നാലും അവരൊരു വളരെ വിഷമുള്ളൊരു വീഡിയോ, അവർ അനുഭവിച്ചൊരു ക്ലിപ്പിങ്സ്, ഒരു വോയിസ് നിങ്ങൾ കേട്ട് നോക്കിക്കോ. ഞാൻ പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൻ്റെ സൗണ്ടൊക്കെ വെച്ച് അവതരിപ്പിക്കുവാണ്. എനിക്കിതിൽ യാതൊരു ബിസിനസ് മൈൻഡും ഇല്ല. പക്ഷേ പലയാളും പലയിടത്തും ലോകം അറിയാതെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനൊരു ഉദാഹരണം നിങ്ങൾ കേട്ടു.
ലൈംഗിക അതിക്രമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വലിയ വോയിസ് ആയിപ്പോയി. ICC പരാതി കൊടുക്കുന്നു. എന്നെ കഠിനമായി പ്രദീപ് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ ഉപദ്രവം തുടങ്ങിയപ്പോൾ ഞാൻ ICC പരാതി കൊടുത്തു. 2024 ജനുവരി 16 എന്റെ അഹിതത്തോടെ ഫീൽഡിൽ വെച്ച് കുറ്റിക്കാട്ടിന്റെ അടുത്ത് വെച്ച് എന്റെ മാറിടത്തിൽ വലത് ബ്രസ്റ്റിൽ കയറി പിടിച്ചതാണ് എന്റെ പരാതി. അതിന് ICC പരാതി കൊടുത്തു. അന്ന് മുതൽ ഞാൻ പീഡനം അനുഭവിക്കുന്നു. ICC നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ LCC മലപ്പുറത്തേക്ക് ഓടി. അവിടെ നിന്ന് അവരെ വിശദമായ തെളിവിലേക്കായി ഫയലുകൾ തിരുത്തിയതായി ബോധ്യപ്പെട്ടു. ഹാജർ പതിവേട് തിരുത്തി. അവിടെ നിന്ന് വലിയ തെളിവിലേക്കായി അവർ മലപ്പുറം SP വിശ്വനാഥ് എന്നവർക്ക് ഫയൽ കൈമാറി. മലപ്പുറം SP മഞ്ചേരി പോലീസ് സ്റ്റേഷനെ കൈമാറി. അവിടെ പോലീസിന്റെ ഒത്താശയോടുകൂടി ഇവർ ഫയലുകൾ വികൃതമാക്കാൻ പറഞ്ഞു. SHO വികൃതമാക്കി. SHO സുനിൽ പുളിക്കൽ എന്ന ഉദ്യോഗസ്ഥൻ വികൃതമാക്കി. ആ കാലയളവിലൊക്കെ ഞാൻ ബുദ്ധിമുട്ടുകൾ ഓഫീസിൽ അനുഭവിച്ചിരുന്നു. പിന്നെ ഓഫീസിൽ കായികാക്രമണം ഉണ്ടായി 21/1/25. അത് കാരണവും പിന്നെ നിരന്തരമായ പീഡനം വന്നപ്പോൾ ഒരു തെറ്റായ നിയമനങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്തയെ ഞാൻ പ്രയോഗിക്കും. അതുമൂലം ഞാൻ സസ്പെൻഷനിലാവുകയും ചെയ്തു. LCC അംഗങ്ങളോട് ഞാൻ പോഷക് ഇങ്ങനെയാണോ. അടുത്തത് കേൾപ്പിച്ചേരെ. ഇതൊന്നും അല്ലേ അവരിട്ടത്. അതായത് ശരിക്കും ഇവരെ ബ്രസ്റ്റിന് കയറി പിടിച്ച മേലുദ്യോഗസ്ഥനെ നമ്മളെ സംവിധാനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതായത് ഞാനിവരോട് നേരിട്ട് അവരെന്നെ കാണാൻ വരട്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാട്ടി വലിയ പരിതാപകരമാണ് എൻ്റെ അവസ്ഥ, എൻ്റെ ഒരു ഗതികേട് ഇങ്ങനെയാണ്. അല്ല, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലും കൊണ്ടല്ലോ പുറംലോകത്തിന് അറിയിച്ചത്, എനിക്ക് അതും വകുപ്പില്ല. ഇനി തുടങ്ങി ആൾക്കാർ കണ്ടിട്ട് എപ്പോൾ എൻ്റെ കാര്യങ്ങൾ പുറംലോകം അറിയാൻ, ഒന്ന് നിങ്ങൾ വഴിയെങ്കിലും ഇത് പുറത്തെത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. 2-3 ദിവസമായിട്ട് നിരന്തരം ഞാനുമായിട്ട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ പൊതുവെ ഫോണും എടുക്കാറില്ല. ഇതവരെനിക്ക് വോയിസ് ഇങ്ങനെ അയച്ച് തരും. കേട്ടിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു മാനസിക അസ്വസ്ഥത തോന്നും. അതായത് ഒരു വിഷം അനുഭവിച്ചവർക്ക് മറ്റൊരാളെ പ്രയാസം മനസ്സിലാക്കാൻ പറ്റും. 100% സത്യം അത്. ഇതൊന്നും അല്ലേ, കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെ കോളേജിലൊക്കെ ഷീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ടൊരു ഷീ എന്ന സംഘടനേൻ്റെ കോർഡിനേറ്ററൊക്കെ ഉണ്ട്. ഒരു വസ്തുവിനൊരു പുല്ലിന് കൊള്ളാത്ത ഈ ഷീൻ്റെത് കേൾക്കാത്തവർ നാട്ടുകാരെ ഷീ എങ്ങനെ കേൾക്കുന്നില്ല എനിക്കറിയില്ല. അപ്പം എനിക്ക് എൻ്റെ കാര്യം വെച്ചിട്ട്, എൻ്റെ അനുഭവം വെച്ചിട്ട് പണവും സ്വാധീനവും രാഷ്ട്രീയവും ഇല്ലാത്തവർക്ക് ഒരു തരത്തിലും നിൽക്കക്കള്ളിയില്ലാത്തൊരു കേരളത്തിലാണ് നമ്മൾ പോകുന്നത്. അതായത് വല്ലാത്ത ലൈംഗിക അതിക്രമം, ലൈംഗിക അരാജകത്വം കേരളത്തിലുണ്ട്. പല സർക്കാർ ഓഫീസിലെ ലേഡി സ്റ്റാഫും അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഭർത്താവ് മരിച്ചവരോട് കുറച്ചൊരു പൊടി സിമ്പതിയും ഉണ്ടാവും. ഡിവോഴ്സായവരോട് ക്രൂരതയാണ്. ഡിവോഴ്സായ സ്ത്രീകളോട് സഹിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് പല സർക്കാർ ഓഫീസിലും ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കും, വനിതാ കമ്മീഷനിൽ പോയിക്കൂടെ, സ്റ്റേഷനിൽ പോയിക്കൂടെ, മനുഷ്യാവകാശമില്ലേ, അതില്ലേ ഇതില്ലേ, 100 എണ്ണില്ലേന്ന്. ഈ എല്ലായിടത്തുനിന്നും ഫൈനലായിട്ട് ഈ ലോക്കലിലെ ചോട്ട ശവങ്ങളെ വിളിക്കും. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയേ, ആ ലേഡി വളരെ മോശമാണ്, അത് ഡിവോഴ്സൊക്കെ ആയതാണ്, അതിൻ്റെ സ്വഭാവം വളരെ മോശമാണ്, ഈ കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. പിന്നെ പോലീസിൻ്റെ അടുത്തുനിന്ന് നീതിയില്ല, വനിതാ കമ്മീഷൻ്റെ അടുത്തുനിന്ന് നീതിയില്ല, ലോകത്തേടുന്ന് നീതിയില്ല. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഈ ലോക്കലിനില്ല കുറേ ചൊറിയന്മാർ നമ്മളെ പിറകെ വന്നിട്ട് നമ്മൾ പ്രതികരിക്കുമല്ലോ ഇവരോട്. അപ്പോൾ ഇവരെ കണ്ണിലെ കരടായി മാറും. ഇവരെയാണ് ഈ മേലെ നിന്നവർ വിളിച്ചിട്ട് ഇവരെങ്ങനെയെന്ന് ചോദിക്കുന്നത്. ഇത്ര ഒരു നശിച്ച നാറെ സംവിധാനം ഈ ലോകത്ത്, ഈ ഭൂമി ലോകത്ത് എവിടെയും കിട്ടാത്ത ഒരു സംവിധാനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ആര് ഭരിച്ചോട്ടെ, ആര് ഭരിക്കാതിരുന്നോട്ടെ, ഇതിലൊന്നും നമുക്ക് വ്യക്തമായിട്ട് യാതൊരു ലാഭമോ, നമുക്ക് റിയൽ എസ്റ്റേറ്റോ പലിശക്ക് കൊടുക്കലോ, നമുക്ക് ഒരു രാഷ്ട്രീയക്കാരെയും പിന്തുണയൊന്നും ഈ ലേഡീസ് ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമില്ല. ഇവരെല്ലാം തുച്ഛമായ ശമ്പളത്തിന് ഭർത്താവില്ലാതെ, അച്ഛനില്ലാതെ, അമ്മയില്ലാതെ കുട്ടികളെ വലുതാക്കാൻ വേണ്ടി നമ്മൾ തോട്ടത്തിലായാലും, പാർട്ട് ടൈം സ്വീപ്പറായാലും, ഫുൾ ടൈം സ്വീപ്പറായാലും, ടോയ്ലറ്റ് കഴുകാനായാലും എന്തിനും സ്ത്രീകൾ തയ്യാറായിട്ട് പോകും. അത് ഡെയിലി വേജസിനായാലും പോവും, എംപ്ലോയ്മെൻറ്റിൽ നിന്നായാലും പോവും. അല്ല ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് വല്ലതും വിളിച്ചു തരുന്നുണ്ടോ, അതിന് ഈ ലേഡീസ് പോവും. കാരണം ഈ ആണുങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ജീവിക്കണ്ടേ, കുട്ടിക്ക് ഫുഡ് കൊടുക്കണ്ടേ, ഡ്രസ്സ് കൊടുക്കണ്ടേ, പിന്നെ പഠിപ്പിക്കണ്ടേ. കുഞ്ഞിലാകുമ്പോൾ സൈക്കിള്, കുറച്ച് കഴിഞ്ഞാൽ അടുത്തത്. ഇപ്പം പഠിക്കണമെങ്കിൽ നല്ല ഫോൺ വേണം. ഇത്രയും സാഹചര്യം ലേഡീസ് ഇങ്ങനെ ഓവർകം ചെയ്ത് പോകുമ്പോൾ ഇവർ സെക്സ് ആഗ്രഹിച്ചിട്ടൊന്നും അല്ല പിന്നെ തൊഴിലിടങ്ങളിൽ വരുന്നത്. അതെന്തുകൊണ്ടാണ് ഈ മേലധികാരികളായ കുറേ പിന്നെ അരക്ഷിത വർഗം മനസ്സിലാക്കാത്തത്?
ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ഒരു ഷീ എന്ന് പറഞ്ഞ ഈ ഒരു ടോക്കിൽ ഉദ്ദേശിക്കുന്നത് ലേഡീസിന് വേണ്ടി മാത്രം തന്നെ. ഇനി മോശമായ ലേഡി ആണെങ്കിൽ നിങ്ങൾ ദൂരത്തേ പോട്, ഇതിന് നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ എന്തിനാ നിൽക്കുന്നത്? അവർ നിന്ന് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൂരത്തെ പോയിട്ട് അവരുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇങ്ങോട്ട് പിടിക്കുന്നതാണ് ആവാലോ. നിങ്ങൾക്കും സംഘടനയൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത്. ആ ലേഡി ഇങ്ങോട്ട് പിടിച്ചു, ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നു എന്നൊരു കംപ്ലൈൻറ്റ് നിങ്ങൾ കൊടുത്തു കളാം. അപ്പോൾ ഇതിനൊക്കെ നിയമം വരും. പെണ്ണുങ്ങൾ നിങ്ങൾ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങ് കൊടുത്തു കളാം. അപ്പം നിങ്ങൾക്കും ഒരു എന്തെങ്കിലും ആനുകൂല്യം കിട്ടാതിരിക്കില്ല. എല്ലാ മനുഷ്യന്മാർക്കും കിട്ടണം. ഇവിടെ ജീവിക്കുന്ന ആണിനും പെണ്ണിനും ഒക്കെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പീഡനത്തിനെതിരെയുള്ള നടപടിയെല്ലാം എല്ലാവർക്കും വേണം. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഈ ലോകത്ത് ആരനുഭവിച്ചാലും ഈ ചാനൽ വഴി അത് പുറത്തേക്ക് വിടും. ഇത് നിങ്ങൾ ചാനൽ പൂട്ടിക്കുന്ന ഭീഷണിപ്പെടുത്തുക, അടുത്ത 10 ചാനൽ വേറെ വരും. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാൻ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. നിങ്ങളെ അറിവിൽ അങ്ങനെ പ്രമേയം പാസ്സാക്കി പൂട്ടിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണോ യൂട്യൂബ് എന്നൊന്ന് അറിയുന്നവർ പറഞ്ഞു തരണം. എനിക്ക് കമൻ്റായിട്ട് അതിഭീകരമായൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ എൻ്റെ യൂട്യൂബ് സംവിധാനങ്ങൾ പൂട്ടും, ചാനൽ പൂട്ടുന്നു. അപ്പം ഞാനിപ്പോൾ 2 ചാനലിലേക്കല്ല ഇത് ആപ്ലിക്കേഷൻ തയ്യാറാക്കി വെച്ചിട്ടേ ഇല്ല, വേറെ 2 തുടങ്ങാം. അതാ ഞാൻ പറഞ്ഞത്, കൊല്ലാം തോൽപ്പിക്കാനാവില്ല. ഈ ലേഡീൻ്റെ പിന്നെ അവർ പേരടക്കം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് പ്രേമ എന്നാണ്, മലപ്പുറത്താണ്. കാരണം എല്ലാ എവിഡൻസും കറക്റ്റാണ്. ഇനി ഇവർക്ക് വനിതാ കമ്മീഷനിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ ഒരു ക്ലിപ്പിങ്സ്, ഒരു വോയിസ് കേൾപ്പിക്കുക. കൂടുതൽ കേൾപ്പിക്കാൻ സമയമില്ല, വീഡിയോ കൂടുതലായാലും നിങ്ങൾ ബോറടിക്കും. അപ്പോൾ ഒരു അടുത്ത ഒരു ഇത് കേട്ട് കഴിഞ്ഞ് പറയാം. മാഡം പോഷത്തിൽ ട്രാൻസ്ഫർ, അദ്ദേഹത്തെ ട്രാൻസ്ഫർ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ തരണം, ഞാൻ വരുമാനമില്ലാതെ മാസങ്ങളായി വെറുതെ ഇരിക്കുന്നു, വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിലീഫ് തരണം, സെക്ഷൻ 13-ൽ അത് പറയുന്നില്ലേ മാഡം എന്ന് പറഞ്ഞപ്പോൾ ആശാമോൾ എന്ന മാഡം അത് തട്ടിമാറ്റി. പിന്നെ മോറോവർ പ്രധാനപ്പെട്ട ഒന്ന് പറയാനുള്ളത്, ഞാൻ ഹൈക്കോടതി വക്കീലിനോട് അഡ്വൈസ് ചോദിച്ചപ്പോൾ LCCക്ക് വലിയ പവറാണുള്ളത്, അയാളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പവറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും റിലീഫ് തരാനുള്ള പവറുണ്ട്, നിങ്ങൾക്ക് ലീവ് തരാനുള്ള അധികാരമുണ്ട്. ഇതെല്ലാം LCC കളക്ടറാണ് ശരിക്കും അതിന്റെ ഹെഡ്. എന്നാൽ കളക്ടറുടെ ചോട്ടിൽ നിന്നുകൊണ്ട് വനിതാ വികസന വകുപ്പിലെ ആശാമോൾ മുൻകൈ എടുത്തുകൊണ്ട്, ആശാമോൾ പുറമെന്നുള്ള പൊളിറ്റിക്സ് അംഗങ്ങളായ PK സൈനബ, പിന്നെ ഒരു അഭിഭാഷക, അവരുടെ പേര് എനിക്ക് ശരിക്കറിയില്ല, ഇവരെല്ലാം കൂടി എന്നെ ഷൗട്ട് അടിച്ചിരുന്നു 2ാമത്തെ ഹിയറിംഗിൽ. അപ്പോഴും ഞാൻ അറിഞ്ഞില്ല. ഇവരെല്ലാം ഈ ഫയൽ പോകുന്ന വഴികളിലൊക്കെ തന്നെ കഠിനമായ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം തരണം ചെയ്ത് ആ ഫയൽ എങ്ങനെ പുട്ടപ്പാകുന്നു അതിനനുസരിച്ച് ഞാനും ആ ഫയലിന്റെ കൂടെ ഓടിയിരുന്നു. അവസാനം പോലീസിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ആ ഫയലിന്റെ കൂടെ ഓടാൻ കഴിയാഞ്ഞതും അത് അങ്ങേയറ്റം വികൃതമായി പോയതും. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്നാണ് സുനിൽ പുളിക്കൽ എന്ന ക്രൂരനായ SHO അതിൽ എഴുതി രേഖപ്പെടുത്തി വിട്ടത്. അത് SP വനിതാ ശിശു വികസന വകുപ്പിന് കൈമാറി. അതോടുകൂടി എന്റെ അധപ്പതനമായി. ഇനി എന്നേക്കും എനിക്ക് അധപ്പതനമായിട്ട് ഇനിയും JCM മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നവരെ, അതിനിടയിൽ ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. അത്ര വരെ വക്കീലെത്തി നിൽക്കുകയാണ് ഞാൻ. ഈ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് കണ്ണൂർ, തലയിൽ കുരുവാണെങ്കിൽ, കുരു ഈ നമ്മൾ ഈ തലയിൽ മൂർത്തി ഭാഗം നമ്മളെ മർമ്മാണ്, ഇവിടെ കുരുവാണെങ്കിൽ അവിടെ കല്ല് കടത്തിക്കോന്ന്. അതായത് വലിയൊരു മിഷ്യൻ കല്ലെടുത്തിട്ട് തലയിൽ വെച്ച് കൊടുത്തോ, ഏത് തലയിൽ കുരുവുണ്ടെങ്കിൽ. മനസ്സിലായല്ലോ അതിൻ്റെ കാഠിന്യം. അപ്പോൾ പിന്നെ ഇതിലും പിന്നെ കൊല്ലപ്പെടാൻ സാധ്യതയില്ല എന്നോട്. അവർ പിന്നെ വോയിസ് ഇട്ടിരിക്കും, അവർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. അയ്യോ. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങളെ വീഡിയോസ് കണ്ടു, നിങ്ങളെ മറ്റുള്ളവരുടെ എടുത്തിട്ട് അലക്കുന്നത് കണ്ടു, നിങ്ങളെ സസ്പെൻഷൻ ഓർഡർ കണ്ടു. എനിക്ക് 2 സസ്പെൻഷനാണെന്ന്. അവരിപ്പോൾ 2 സസ്പെൻഷനിലുള്ള 2 പ്രാവശ്യം. അവർക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഈ 2ാമത്തെ സസ്പെൻഷൻ കാലയളവിൽ എന്തെങ്കിലും ഒരു നീതി മുഖ്യമന്ത്രിൻ്റെ അടുത്തുനിന്നോ വകുപ്പ് മന്ത്രിൻ്റെ അടുത്തുനിന്നോ ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇവർ ഡിസ്മിസ് അടിക്കും. കാരണം ഇവർ പീഡിപ്പിച്ച ആൾ അത്രയും ശക്തനാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവരെന്തോ 1 മണിക്കോ മറ്റോ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു നൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വോയിസ് ഉണ്ട്, എല്ലാം എടുക്കാനുള്ള ടൈമില്ല. പിന്നെ ഇവർ വനിതാ കമ്മീഷൻ എടുത്ത് ഇവർ പോവാത്ത ഒരു സ്ഥലവും ഇല്ല. ഇവർ പോയ സ്ഥലങ്ങളെല്ലാം കേട്ടിട്ട് ഞാൻ തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ ഇവർ ഗവർണറെ കാണാൻ ലാസ്റ്റ് ചാൻസിൽ നിൽക്കുവാന്ന്. ഇല്ല, മരിക്കൂല എന്ന് പറഞ്ഞു.
ഇതിൻ്റെ ഒരു അവസാനം കാണുന്നവരെ പോരാടും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ലേഡിക്കുള്ളൊരു പേടി, അവർ ആ ജോലിനെ എന്തെങ്കിലും ബാധിക്കുമോ, അതായത് എന്നും അവർക്കൊരു പ്രതീക്ഷയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവരെന്തോ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നൊരു ലോൺ എടുത്തിട്ട് ഈ വീട് ജപ്തിയിലേക്ക് കിടക്കുവാണ്, റിക്കവറി. എന്നിട്ടിപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഓർഡർ നമ്മളെ നിയമസഭയിൽ പറഞ്ഞ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്, ആരും ഒന്നും ചെയ്യൂലായിരിക്കും അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്രയും വിലപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് നമുക്ക് വലിയ കാര്യമല്ലേ. അതെ, ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് അത് വലിയൊരു ആശ്വാസവും ആത്മഹത്യ എന്നുള്ള മോചനമൊക്കെ തന്നെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ലേഡിക്ക് ആ ഒരു സംഭവം വല്ലാണ്ട് ഫീൽ ചെയ്തിട്ട് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറക്കൂലായിരിക്കും, കാരണം അത്രയും ഒരു വളരെ പ്രാധാന്യമുള്ളൊരു സംഭവം തന്നെയാണ് നമുക്ക് നിയമസഭയിൽ പാസ്സാക്കിയെന്ന് തോന്നല്ലേ അങ്ങനെ പറഞ്ഞത്. കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ജസ്റ്റ് ഒന്ന് മക്കളെയും കൊണ്ട് കിടക്കാമല്ലോ ആ ഒരു നിയമപ്രകാരം. അതൊരു വളരെ നമ്മളൊരു ഒരു ഈ സഹകരണ മേഖലയിൽ എല്ലാ ദിവസവും വന്ന് കതക് മുട്ടുന്ന, നമ്മളെ ദ്രോഹിക്കുന്ന, വിളിച്ച് ദ്രോഹിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇല്ല വീട്ടിൽ പോയിട്ട് ഈ ബാങ്കുകാർ നിരന്തരം കതകിന് മുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു വലിയൊരു ആശ്വാസമാണ്. അപ്പം ആ ഒരു വാർത്ത കേട്ടിട്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കൂലായിരിക്കും അല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞു ഇറക്കൂലായിരിക്കും. അപ്പം കൊല്ലപ്പെടാനൊക്കെ സാധ്യതയില്ല എന്നോട്, വേറൊരു കൊല്ലപ്പെടാൻ സാധ്യതയില്ല ആളെ വോയിസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിങ്ങനെ ഈ ഇരട്ടച്ചങ്ക് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മളെ നാട്ടിൽ കുറേ ഇരട്ടച്ചങ്കന്മാരൊക്കെ ഉണ്ടെങ്കിലും ഒരു ചങ്കും ഒരു ഹൃദയവും ഒരു കരളും ഒരവയവവും ഇല്ലാത്ത, എന്നാൽ ഒരവയവം മാത്രം പ്രവർത്തിക്കുന്ന ചില നാറികളായ മേലുദ്യോഗസ്ഥന്മാരുണ്ട്. അതൊരു ഒന്നൊന്നര ഗുണ്ടായിസാണ്. ഒന്നിക്കൽ രാഷ്ട്രീയ ഗുണ്ടായിസം, അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ്, അല്ലെങ്കിൽ സെക്ഷലി പീഡിപ്പിക്കുന്ന ആളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പൊളിറ്റിക്കലി ഇവർ ഒത്തു പ്രവർത്തിക്കാം. നമ്മളോട് പറയും അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അവിടുന്ന് വരും, ഇവിടുന്ന് വരും, സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു, DTക്ക് ഫോർവേഡ് ചെയ്തു, നമ്മൾ ചെയ്യേണ്ടതിൻ്റെ പരമാവധി ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പേടിക്കണ്ട, നമ്മളില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ, ഇവളാൾ ശരിയല്ല കേട്ടോ, അവർ വന്നു കഴിഞ്ഞാൽ യാതൊരു സഹായവും ചെയ്യരുത്, കാരണം അവൾ ആരോപിക്കുന്നത് മുഴുവൻ കളവാണ്. അതുമാത്രമല്ല നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കെതിരെയാണ് അവളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അവൾക്കാണ് കുഴപ്പം, അവളാണ് തെറ്റുകാരി. ഞാൻ വിളിച്ചു എന്ന് ഇതൊന്നും അറിയേണ്ട, ഓക്കെ, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ, ഇനി ഇതിനപ്പുറം നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വയനാട്ടിലേക്കോ ഇടുക്കിയിലേക്കോ പോകാൻ തയ്യാറായിക്കോ. ഈ അവസ്ഥയിലാണ് കേരളത്തിൽ സ്ത്രീകൾ കടന്നുപോകും. ഒരു 7 മാസം മുന്നേയുള്ള ഒരു കുറ്റപത്രം ഇന്നും സമർപ്പിക്കാതെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്ത്രീയോട് 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം, ആദ്യം 50,000 തുടങ്ങി, എരേൻ്റെ അടുത്ത് 50,000 തുടങ്ങിയ ബാർഗെയിനിങ് ഇപ്പം അത് 5 ലക്ഷത്തിലെത്തിയിട്ടുണ്ട്. നല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടുന്ന പോലെ നല്ല കയറ്റാണ് എമൗണ്ടിന്. ആദ്യം 50,000 ബാർഗെയിൻ ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് 50,000 ബാർഗെയിൻ ചെയ്തു ഒരു ലേഡീൻ്റെ ലൈഫിന്. ഒരുത്തനും ഏട്ടനും ഭാര്യയും കൂടി ഒരു ലേഡീൻ്റെ ലൈഫിന് 50,000 രൂപ വിലയിട്ടു. ഒരു വർഷം അവരെ ഹോം നേഴ്സായിട്ട് അവരെ വീട്ടിൽ വെച്ചു. പിന്നെ ഒരു 50,000 രൂപ വിലയിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേസ് FIR ഇട്ട് ഈ മേലെന്നില്ല വിളിയെല്ലാം അതിജീവിച്ച് ആ ലേഡി SP-നെ പോയി കണ്ട് കോടതി പോയി അവരെ സെക്ഷലി ഉപദ്രവിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഒരുപാട് എവിഡൻസ് ഉള്ളതുകൊണ്ട് കേസെടുത്തു. വളരെ പ്രയാസപ്പെട്ട കേസെടുത്തു. ആ കേസിൽ ഏട്ടനും ഭാര്യയും ഇയാളുമാണ് പ്രതി. എന്നിട്ട് ഈ പെണ്ണുങ്ങളെ അവർ ഭീഷണിപ്പെടുത്തിയത്, എൻ്റെ ഏട്ടനും ഭാര്യയും, ഏട്ടൻ കോടീശ്വരനാണ്, അപ്പോൾ കേസിൽ എന്തെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ട് എൻ്റെ ഏട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ നീ പുറംലോകം കാണൂല. ആ ലേഡീൻ്റെ വക്കീലിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഇയാൾ വെല്ലുവിളിച്ചതാണ്. ഇതൊക്കെ നമ്മളോട് വിളിച്ച് പറയുന്നതും ഓരോ അനുഭവങ്ങളും കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും നമ്മളങ്ങ് തളർന്നു പോകും. ഈ മേലിരിക്കുന്ന ചങ്കന്മാരും ചങ്കത്തികളും ഒന്നും വിചാരിക്കുന്നിടത്തല്ല നമ്മളെ സംവിധാനം. പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒരുപാട് ക്രൂരത, കോടതിയിലല്ല
വക്കീലന്മാരുടെ അടുത്തുനിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നെ നമ്മളിപ്പോൾ ഒരു ആണുങ്ങൾ വക്കീലിൻ്റെ അടുത്ത് പോയാലും ഈ എല്ലാറ്റിലും എല്ലാ രോഗികളും ഉണ്ട്. ഇതിനെല്ലാം ഇരയാവുന്നത് ഈ ലേഡീസാണ്. ആണുങ്ങൾ എവിടെ പോയാലും ഇവർക്ക് സെക്ഷൽ ഹരാസ്മെൻ്റ് ഇല്ല. ലേഡീസിന് ഒറ്റപ്പാട് ഫിസിക്കൽ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ്, സെക്ഷൽ ഹരാസ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇതൊന്നും കൂടാതെ കുട്ടികളെ ബാധ്യത, സാമ്പത്തിക പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പുരുഷന് ഇതൊന്നുമില്ല, ഉണ്ടാക്കുക പോവുക എന്ന ദൗത്യം മാത്രമേ ഉള്ളൂ. ഇവരേത് ചുമര് കണ്ടാലും ഏത് മരം കണ്ടാലും ഇത് പെണ്ണാണോ എന്നൊരു സംശയത്തോടെ വീക്ഷിക്കുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, ഒന്നും വിഷയമല്ല. ഇവർ കാര്യത്തിന് വേണ്ടി പലതും പറയും. പിന്നെയും ഒരാശ്വാസം, കോടതിയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ കോടതിയിൽ എവിഡൻസ് നമുക്ക് ഹാജരാക്കാനുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് മുന്നോട്ട് പോകാൻ. ആ ലേഡിക്കും അതാ പറയുന്നത്, കോടതിയാണ് ആകെയുള്ള ഒരാശ്രയം, കോടതിയാണ്. എൻ്റെ കേസിലും എല്ലാവരും എന്നോട് പറയുന്നത്, ടീച്ചർ ഒരാളോട് സംസാരിക്കാനും ഒന്നിനും നിൽക്കരുത്, നിങ്ങൾ നേരെ ഹൈക്കോടതിയിൽ പോകണം എന്നാണ് പറയുന്നത്. അപ്പം ഞാനും അങ്ങനെ എന്ത് വേണമെന്ന് ആലോചിക്കുന്നത്. കാരണം ഈ തെറ്റ് ചെയ്യാതെ നമ്മൾ 50,000 1 ലക്ഷമൊക്കെ ചിലവാക്കി കോടതി പോകുന്നെന്ന് പറയുമ്പം എന്താവശ്യത്തിന് എന്നുള്ളൊരു ചിന്ത. പക്ഷെ നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ അത് കോടതിയിൽ ബോധിപ്പിക്കാനും നല്ലൊരു വക്കീലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ആശ്വാസമാണ്. അതേപോലെ ഇപ്പോൾ ആ ലേഡിക്കും കോടതിയാണ് അവർ കാണുന്ന ലക്ഷ്യം, ശരണം. അവസാന കൈ ഏതൊരു സ്ത്രീക്കും എത്ര പീഡനം അനുഭവിച്ചാലും എത്ര ദുരിതം അനുഭവിച്ചാലും അവരവസാനം ഈ ചെലവിന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ചെറിയ തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലം അയാളത് വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സമാധാനത്തിലാണ് പല പീഡനം അനുഭവിച്ച ലേഡീസും പിടിച്ചു നിൽക്കുന്നത്. നേരെ മറിച്ച് സർക്കാർ ഓഫീസിലാണെങ്കിലോ നമുക്ക് യാതൊന്നുമില്ല, മാനനഷ്ടം മാത്രം. മറ്റ് ജീവനക്കാരുടെ ഇടയിൽ നമ്മൾ നാണം കെട്ടത് മാത്രം നമുക്ക് ലാഭം, മറ്റ് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. ഇനി നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടോ നമ്മളെ മക്കൾ ജോലി ചെയ്യുന്ന പൈസ വാങ്ങിയിട്ടുമാണ് നമ്മൾ കോടതി പോകേണ്ടതും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതും. ബസ്സിന് പൈസ വേണ്ടേ, പുറത്തിറങ്ങിയ ഫുഡ് കഴിക്കണ്ടേ, വക്കീലിന് പൈസ കൊടുക്കണ്ടേ, വേണ്ടേ? ഒരു വക്കീലും 5,000 രൂപയിൽ കുറഞ്ഞിട്ടോ 5,000 അല്ല 15,000 രൂപയിൽ കുറഞ്ഞിട്ടൊന്നും ഇപ്പോൾ ഒരു ഫയൽ തന്നെ എടുക്കുന്നില്ല. ഓരോ സിറ്റിങ്ങിന് ഇവർക്ക് നമ്മൾ പൈസ കൊടുക്കണം. ഒരു പ്രാവശ്യം നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മളിവർ മൈൻഡാക്കൂല. ആ ഒരവസ്ഥയിലാണ് നമ്മളെ വക്കീലന്മാരൊക്കെ ഉള്ളത്. പിന്നെ സർക്കാരിൻ്റെ നിയമ സംവിധാനത്തിൽ പോയാൽ ഈ അപേക്ഷിച്ചിട്ട് പോകുന്നവർ ചത്താലും നമുക്കവിടെ നീതിയൊന്നും കിട്ടൂല. എന്താ കാരണം എന്നറിയോ? ഒരുപാട് പാവങ്ങൾ അവരെ ലിസ്റ്റ് കാണും. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിങ്ങനെ വഴിയെ പിന്നെ നിയമത്തിൻ്റെ വഴിയിൽ സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറഞ്ഞ പോലെ 20 ലേഡീസ് മുന്നിലുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് പരിഗണന? അവർ കഴിയണം. പ്രൈവറ്റ് വക്കീലാണെങ്കിൽ നമ്മൾ കൊടുത്ത ഒരു പരാതി അവർ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യും. അതിന് നമുക്ക് നല്ല പണം വലിച്ചെറിയാൻ വേണം, അല്ലാതെ നടക്കൂല. സർക്കാരിൻ്റെ സംവിധാനത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഡിലേ ആവും. പ്രത്യേകിച്ച് സർക്കാരിൽ നിന്ന് സസ്പെൻഷൻ 2 പ്രാവശ്യമൊക്കെ വാങ്ങിയവരെന്ത് ചെയ്യും? ഈ വീഡിയോ കാണുന്നവർ ഇതിനൊക്കെ ഉത്തരം പറയണം. എന്താണെന്നറിയോ? അതിശക്തമായ വീഴ്ചയിലും അതിശക്തമായ ബലക്കുറവിലുമാണ് പല സർക്കാർ ഓഫീസിലും ലേഡീസ് ജോലി ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇവരിപ്പോൾ ഫീൽഡ് വർക്ക് പോയിട്ട് ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിട്ട സ്ത്രീയാണ്. അവർ ഉപദ്രവിച്ച ആൾ പ്രബലനാണ്. ഈ ഇരട്ട ചങ്കുള്ള ഈ നാട്ടിൽ ഇരട്ട ചങ്കന്മാരുടെ ഇരട്ട ചങ്കന്മാർ പിന്നെ വിലസുന്ന കേരളത്തിൽ ഒരു മനസാക്ഷിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. സ്ത്രീകളെ പീഡിപ്പിക്കാനായിട്ടും അപമാനിക്കാനായിട്ടും വൃത്തികേട് പറയാനായിട്ടും. അതായത് നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന ഒരു പുരുഷനെ നമുക്ക് തീർത്തും വേണ്ടാന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ സമൂഹത്തിലില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പെണ്ണുങ്ങളായി, മറ്റേ പണിയുള്ളവളായി. അതാണ് നമ്മളെ ഇവിടുത്തെ ഒരു ചിത്രീകരണം. നമുക്ക് ഡ്രസ്സ് ഇട്ടുകൂടാ, നമുക്ക് ബാഗ് എടുത്തുകൂടാ, നമുക്ക് നല്ല ചെരുപ്പ് ഇട്ടുകൂടാ, നമുക്ക് സുന്ദരി ആയിക്കൂടാ, ഒന്നും ആയിക്കൂടാ. ഡിവോഴ്സായ സ്ത്രീ എപ്പോഴും കിച്ചണിലിരിക്കാം. അവരെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ മൂടി വെക്കാം. ഒരാളെടുത്ത് പറയരുത്. ഇതേപോലെ വല്ല അടിച്ചു വാരാനോ വല്ല കാട്ടിൽ അവർ പറയുന്നുണ്ട്, കുറ്റിക്കാട്ടുന്നെന്ന്. അവർ ഫീൽഡിൽ വർക്കിന് പോയപ്പോൾ വല്ല കുറ്റിക്കാട്ടിലോ നമ്മൾ എന്തെങ്കിലും ഇല അടിച്ചു വാരി തീയിട്ട് ചാരാക്കി വല്ല പച്ചക്കറി കൂട്ടിട്ട് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10,000 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതാണ് മേലുദ്യോഗസ്ഥന്മാർ ഇൻസൈഡാക്കി ടൈ ഇട്ട്
ID കാർഡും ഞെറ്റി സർക്കാർ വണ്ടിയിൽ ജനങ്ങളെ ടാക്സിൻ്റെ വണ്ടി ഓടിച്ച് വന്ന് ഈ ഫീൽഡിൽ നിന്ന് ലേഡീസിനെതിരെ ചെയ്യുന്ന അതിക്രമമാണ് ഇപ്പം കണ്ട ആ 2 കേട്ട വോയിസ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരെടുത്ത്, എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു ലേഡി ഒരു തരത്തിലും ഒരു ഹരാസ്മെൻറ്റും വിട്ടുകൊടുക്കരുത്. അപ്പം പ്രതികരിക്കാം. ഇപ്പം മൊബൈൽ കയ്യിലുള്ള സമയമാണ്. ഏത് തരത്തിൽ ആര് വന്നാലും നമ്മൾ പ്രതികരിക്കുക, വീഡിയോ എടുക്കുക, നമ്മൾ ഡയറക്റ്റ് പൊരുതാം. അത് ഇനി എത്ര ശക്തനായാലും, എത്ര രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായാലും, എത്ര ഭരണകക്ഷിയായാലും, എത്ര പൊസിഷനിലിരിക്കുന്ന ആളായാലും, നമ്മൾ ഒരിക്കലും നമുക്കിഷ്ടമില്ലാത്തൊരു സംഭവം നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യം ഭർത്താവിൻ്റെ അടുത്തുനിന്നില്ല, തൊഴിലെടുത്തുനിന്നില്ല, നമ്മളെ സ്വന്തം വീട്ടിൽ നിന്നില്ല. ആങ്ങളേൻ്റെ ഭാര്യേൻ്റെതും ആങ്ങളേൻ്റെതും സഹോദരൻ്റെതും അമ്മായിയമ്മേൻ്റെതും അമ്മായിയച്ഛൻ്റെതും ഒന്നും ലേഡീസ് അനുഭവിക്കണ്ട. നമ്മളങ്ങനെ അതിനായിട്ട് ജനിച്ചവരല്ല എന്ന് തെളിയിച്ചേ പറ്റൂ. കുറച്ച് സ്ത്രീകൾ അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ഉണ്ടാവില്ല, പ്രസവിച്ച കുഞ്ഞിനെ കളയൂല, ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിയൽ, ഇതൊന്നും ഉണ്ടാവില്ല. ഈ അരക്ഷിതാവസ്ഥയൊക്കെ വരുന്നത് ഈ പല നിയമത്തിലുള്ള ഭേദഗതിൻ്റെ കുറവും അമിതമായ പൊളിറ്റിക്സ്, മേലധികാരികളെ ഇടപെടൽ. നമ്മൾ കേൾക്കുന്നത് പിന്നെ ഈ പെണ്ണുങ്ങളെ കേസിലൊന്നും പൊളിറ്റിക്സ് ഇല്ല, പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടുന്നു. തെറ്റാണ്. അനുഭവം കിട്ടിയവരുണ്ടാവാം, സന്തോഷം, കിട്ടാത്തവരുണ്ട്, എല്ലാവരും എന്ന് പറയുന്നില്ല. എന്നാലും ഇതിലതീതമാണ് എല്ലാവരും. ഇതൊന്ന് വിളിച്ചിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിലിരിക്കുന്നവർ തന്നെയാണ് പല ചെയറിലും ഇരിക്കുന്നത്. അത് വളരെ ദാരുണമായ ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അതിദാരുണമായ അവസ്ഥയാണ്. സത്യസന്ധമായിട്ട് പോകുന്നവർക്ക് നീതി കിട്ടാത്തതും നീതി നിഷേധിക്കുന്നതും ഇതുപോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ ഒരുപാട് സ്ഥലം കയറ്റി ഇറക്കുന്നതും എന്ത് ഗതികേടാണ്. ഇങ്ങനെയുള്ളവർക്ക് ഒരു സ്ഥലത്തു നിന്ന് അവർ നീതി ഉറപ്പുവരുത്തണം. ഇങ്ങനെ സ്റ്റേഷനും വനിതാ കമ്മീഷനും വനിതാ സെല്ലും അവിടെയും ഇവിടെയും അവർ മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഇവിടെ പോകണം, ഇവിടെ കോടതിയിൽ. ഇവർ ചെയ്യാത്ത കുറ്റത്തിന് ഇവർ നടക്കുന്നത്. അവർക്ക് 2 സസ്പെൻഷൻ, എനിക്കൊരു സസ്പെൻഷൻ. മോശമല്ല, ആരും ഒന്നിനൊന്ന് മെച്ചം തന്നെ. എല്ലാ സർക്കാർ ഓഫീസിലെ തെമ്മാടിത്തരം ചെയ്യുന്നവരും ഇനി ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്തോ, എന്തായാലും ലേഡീസ് പ്രതികരിക്കും. ഇനി മുതൽ ഇങ്ങനെ ഒരു 10 വോയിസ് നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. നാളെ വൈകുന്നേരവും കേൾപ്പിക്കും, മറ്റന്നാൾ വൈകുന്നേരവും കേൾപ്പിക്കും. ഞാൻ ജീവനോടിരിക്കുന്ന അത്രയും സമയം ഞാൻ കേൾപ്പിക്കും. എനിക്കെന്ത് നഷ്ടപ്പെട്ടാലും, എൻ്റെതെന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ ഇനി ശബ്ദിച്ച് മരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇരട്ട ചങ്കന്മാരുള്ള നാട്ടിൽ ഒട്ടും ചങ്കില്ലാത്തവരുണ്ട്. സ്ത്രീകളെ നേരെ യാതൊരു സിമ്പതിയും കൊടുക്കാതെ, യാതൊരു മര്യാദയും കാണിക്കാതെ, യാതൊരു മാനത്തിന് വിലയും കൽപ്പിക്കാത്ത, അവരെ തൊഴിലിടങ്ങളിലായാലും വീട്ടിലായാലും ബസ്സിലായാലും ഏത് തരത്തിലായാലും നെഗറ്റീവ് മീനിങ് പറയുക, അവരെ വേറെ പിന്നെ അടിയിലേ തുഴഞ്ഞിട്ടുള്ള സംസാരം, പിന്നെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിൽ നോക്കിയിട്ടുള്ള സംസാരം, ഇതേപോലെ കൈയും ബ്രസ്റ്റൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള പിന്നെ ബലാത്കാരമായിട്ട് പിടിച്ചടുപ്പിക്കുക. ഇതെല്ലാം ഒരു തെമ്മാടി ചെയ്താൽ ആ തെമ്മാടിനെ പിടിച്ച് പുറത്തിടാൻ ഏത് സംവിധാനത്തിന് ഇത്ര പ്രശ്നം? പ്രേമയോടുള്ള എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. പ്രേമേനെ ദ്രോഹിച്ച ആ തെമ്മാടീനെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നവരെ അവരും ജീവിച്ചിരിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. കാരണം അവർ പോരാടും, അവരത്ര സ്ട്രോങ് ആണ്. കാരണം അവരെ അനുഭവം അത്ര സ്ട്രോങ് ആണ്. അവർ അത്രമാത്രം പീഡനം അനുഭവിച്ചു, അവരത്രമാത്രം പിന്നെ നിയമത്തിൻ്റെ വഴികൾ തേടി അത്രമാത്രം അവർ കയറി ഇറങ്ങി. ഒരുപാട് സ്ഥലങ്ങൾ ആ ലേഡി കയറി ഇറങ്ങി. അപ്പം ഈ സർക്കാർ ഓഫീസിൽ പീഡനം നടക്കുന്നുണ്ട്. എല്ലാ പീഡനവും ചെയ്തിട്ട് നമ്മൾ മാന്യമാണ്, നമ്മളെ ഭരണം ഭയങ്കരമാണ്, നമ്മൾ ശക്തമായ പിന്തുണ ലേഡീസിന് കൊടുക്കുന്നുണ്ട്. ഇരക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സെലിബ്രിറ്റീസിൻ്റെ കൂടെ മാത്രമാണ് ഇരക്കൊപ്പം, ഒരാളുമില്ല. ഒരുപാട് ഇരകൾ സൈലൻ്റായിട്ട് കരയുന്നുണ്ട് പല കുഴിമാടത്തിലും. അത് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര ലേഡീസ് എങ്ങനെയുണ്ടെങ്കിലും ഇതുപോലുള്ള തെമ്മാടിത്തരത്തിന് പുറത്തേക്ക് നിങ്ങൾ വന്ന് ശബ്ദിച്ചേ പറ്റൂ. നമുക്ക് ഒരുമിച്ച് ശബ്ദിക്കണം. ഇതുപോലെയുള്ളതൊന്നും വെച്ച് വാഴിക്കരുത്. നമ്മൾ ഏതറ്റം വരെയും പോകണം. ഒരാളെയും ഒരു പൊടി പോലും നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ ശക്തമായിട്ട് പോരാടണം.
ഇത് ഇങ്ങനെയുള്ള കുറേ ലേഡീസ് വരുമ്പം അടുത്ത ലേഡീസിന് അത് പറയാനും പ്രകടിപ്പിക്കാനും നമുക്ക് നിയമത്തിൻ്റെ സഹായം തേടാനും ഒക്കെ നമുക്ക് കോടതി ശരണം, വേറെ ഇനി ഒന്നും വേണ്ട, നമുക്ക് കോടതി ശരണം. ആ കോടതി വഴി നീങ്ങാം. മറ്റേടി നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ വിഷമിക്കുന്നവർക്കെല്ലാം കോടതിയിലേക്ക് പോവാം. അടുത്ത ഷീല് മറ്റൊരു ഇതുമായിട്ട് കാണാം, ഒരു വിഷയമായിട്ട് കാണാം. ഓക്കേ.